ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ അറിവിന്റെ കലവറ ബൈ ഡോക്ടർ മേതു രാഹുൽ. കോവിഡ്, കൊറോണ ഈ രണ്ട് വാക്കുകൾ കേൾക്കാതെ ഒരു ദിനം പോലും കടന്നു പോകുന്നില്ല നമ്മുടെ ആരുടെയും ജീവിതത്തിൽ. അപകടകാരിയായ ഈ ഒരു മാരക വൈറസിനെ നാം പ്രതിരോധിച്ചേ മതിയാകൂ. നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും നിയമപാലകരുമെല്ലാം സ്ഥിതി നിയന്ത്രിക്കുന്നതിനായി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഭാഗത്തുനിന്നും കൂടി എന്തെങ്കിലും ഒരു ശ്രദ്ധ കൊടുക്കാനായാൽ അത് കോവിഡ് വ്യാപനം തടയുന്നതിന് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. കോവിഡ് ഉണ്ടെന്ന് സംശയിക്കുന്നവരും കോവിഡ് പോസിറ്റീവ് ആയവരും എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഞാനിപ്പോ പറയുന്നത്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് എല്ലാവർക്കും ബോധവൽക്കരണ ക്ലാസ് കിട്ടിയതുമായിരിക്കാം. പക്ഷെ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടില്ല. അപ്പൊ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, കൊറോണയൊക്കെ ആയിട്ട് ഡോക്ടർ അതിനു വേണ്ടിയുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളും ഒന്നും ഇടുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് വെറും ജനറൽ മെഷേഴ്സ് ആണ്. അതായത് നമ്മൾ ഈ കോവിഡിന്റെ സമയത്ത് ജനറൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. ആദ്യം തന്നെ പറയാനുള്ളത്, ആരും പാനിക് ആവാതിരിക്കുക, മറ്റൊരാളെ പാനിക് ആക്കാതിരിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് കൊറോണ ഉണ്ടെന്ന് സംശയമാണ്, അല്ലെങ്കിൽ കൊറോണ സ്ഥിരീകരിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു മുറിയിലേക്ക് ഷിഫ്റ്റ് ആവുക അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഓപ്ഷൻ. നമ്മളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അസുഖം പകരാതിരിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. രണ്ടാമത്, RT-PCR ടെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. നമുക്ക് കൊറോണ ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. അപ്പൊ പിന്നെ അത് വെച്ചിട്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഉണ്ടോ ഇല്ലയോ ദൈവമേ എന്ന് പറയുന്നതിനേക്കാളും ബെറ്റർ നമ്മളൊരു ടെസ്റ്റിന് പോയിട്ട് ആ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ അത്രയ്ക്ക് ഗുരുതരാവസ്ഥയിലൂടെ ഒന്നും അല്ല കടന്നു പോകുന്നെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഒരു ഓൺലൈൻ വഴിയൊക്കെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ തേടാം. ഇപ്പൊ ആയുർ ഹെൽപ്പ് പോലുള്ള പദ്ധതികളൊക്കെ അതിനുവേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അവരുമായിട്ട് വിളിച്ച് നിങ്ങൾ സംശയമൊക്കെ നിവാരണം ചെയ്യാവുന്നതാണ്. സ്വയം നിരീക്ഷണത്തിലായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷണങ്ങളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പനി, ശ്വാസതടസ്സം അങ്ങനെയുള്ള അടിയന്തര സൂചനകൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഉടനെ തന്നെ ആശുപത്രി അധികൃതരുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. ഇൻ കേസ് എന്തെങ്കിലും ഒരു എമർജൻസിക്ക് നിങ്ങൾക്ക് പുറത്തു പോകേണ്ടതായ ഒരു ആവശ്യം വന്നാൽ നിങ്ങൾ ഡബിൾ മാസ്ക് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള മാസ്ക് ധരിച്ചിട്ട് വേണം പുറത്തിറങ്ങാൻ. അതുപോലെ തന്നെ ചുമയ്ക്കുന്ന സമയത്ത് മൂക്കും വായും ഒക്കെ മൂടി പിടിക്കുക. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഒരു ഓപ്ഷണൽ കാര്യമാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു പൾസ് ഓക്സിമീറ്റർ ഉണ്ടെങ്കിൽ ഓക്സിജൻ ലെവലിന്റെ വേരിയേഷൻ ഒക്കെ ഒന്ന് നോക്കാവുന്നതാണ്. അത് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല, കാരണം എല്ലാവരും കയ്യിൽ ഈ ഒരു സംവിധാനം ഉണ്ടായിരിക്കില്ല. ലാസ്റ്റ് ആയിട്ട് പറയുകയാണ്, പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ധാരാളം വെള്ളം കുടിക്കുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. പ്രത്യേകിച്ച് വേഗത്തിൽ ദഹിക്കുന്ന തരത്തിലുള്ള ഭക്ഷണമായിരിക്കണം നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. കൂടാതെ യോഗ, പ്രാണായാമ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ നമുക്ക് അതും പ്രാക്ടീസ് ചെയ്യാം. ഇനി കോവിഡ് പോസിറ്റീവ് ആയവര് അല്ലെങ്കിൽ സംശയമുള്ളവർ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു അത് ചെയ്യുന്നവരാണ് നമ്മൾ എല്ലാവരും. പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ അതൊന്ന് മാറ്റി വെക്കുക, മറ്റുള്ളവരുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐസൊലേഷൻ ഉള്ളപ്പോഴോ അല്ലെങ്കിൽ അല്ലാത്ത സമയത്തോ നിങ്ങൾ ഉപയോഗിച്ച ഒരു സാധനവും മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ ടവൽ യൂസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സോപ്പ് യൂസ് ചെയ്തിട്ടുണ്ടാവും, എന്ത് സാധനം ആയിക്കോട്ടെ, അതൊന്നും വേറൊരാൾക്ക് നിങ്ങൾ കൊടുക്കാതിരിക്കുക. നമ്മുടെ ഇമോഷൻസ് നമ്മൾ പങ്കുവെക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള തിങ്സ്, എന്തെങ്കിലും യൂട്ടൻസിൽസ്, കാര്യങ്ങൾ അങ്ങനെയുള്ളതൊന്നും ഒരാളുമായിട്ട് ദയവ് ചെയ്ത് പങ്കുവെക്കാതിരിക്കുക. ചിലപ്പം അതിലൂടെ ആയിരിക്കും ഒരു വൈറസ് പകരുന്നത്. ഒരു നന്മ ഉദ്ദേശിച്ച് ചെയ്യുന്ന ഒരു കാര്യം അത് തിന്മയിലേക്ക് കടക്കുകയാണെങ്കിൽ അത് ഒരിക്കലും നമ്മൾ ചെയ്യാതിരിക്കുക. അതുപോലെ മാക്സിമം നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഈ വൈറസ് ബാധിതനാണെന്ന് സംശയിക്കുന്ന വ്യക്തി അയാൾ പുറത്തൂടെ ഒന്നും ഇറങ്ങി നടക്കാത്തതാണ് ഏറ്റവും ഉചിതമായ കാര്യം. പൊതുഗതാഗതം ചൂസ് ചെയ്യുക, ലിഫ്റ്റ് ചോദിച്ച് യാത്ര ചെയ്യുക, അതൊക്കെ പരമാവധി ഒഴിവാക്കുക. ഒരുപാട് ക്രൗഡ്സിന്റെ അടുത്തൊന്നും പോവാതിരിക്കുക. കാരണം നമ്മളിൽ നിന്ന് എന്തിനാണ് മറ്റൊരാൾക്ക് പകർത്തുന്നത്? എനിക്കേതായാലും വന്നു, ഇനി അവനും കൂടെ കൊടുത്തേക്കാം, ആ ഒരു ഉദ്ദേശം മാറ്റി വെച്ചോണ്ട് എനിക്ക് വന്നു, ഇനിയിപ്പോ വേറൊരാൾക്കും വരണ്ട എന്നുള്ള ആ നന്മ ചെയ്യുന്നതാണ് ഈ ഒരു സമൂഹത്തോട് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. വൈദ്യസഹായങ്ങൾ ആവശ്യമുള്ള ഘട്ടത്തിൽ മാത്രം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക. അതുപോലെ ഇപ്പൊ എല്ലായിടത്തും കാണുന്ന ഒരു കാര്യമാണ് സ്റ്റെറോയിഡ്സുകളൊക്കെ ആവശ്യമില്ലാതെ വാങ്ങി ഉപയോഗിക്കുക. ശ്രദ്ധിക്കുക, ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു തരത്തിലുള്ള മരുന്നും ആരും ഒരിക്കലും യൂസ് ചെയ്യരുത്. ഇതിൽ ടെൻഷന്റെയോ പേടിന്റെയോ ഒന്നും ഒരു കാര്യവുമില്ല. വേണ്ടത് ജാഗ്രത മാത്രമാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പഴമക്കാരുടെ ഒരു വാക്യമുണ്ട്. അത് നമുക്കിവിടെ യാഥാർത്ഥ്യമാക്കാം.
ഈ ഒരു കോവിഡ് കാലത്ത് ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം മറന്ന് ശരീരം കൊണ്ടല്ല മനസ്സുകൊണ്ട് നമുക്ക് ഒത്തൊരുമിക്കാം അസുഖരഹിതമായ ഒരു നല്ല നാളേക്ക് വേണ്ടിയിട്ട്. സ്റ്റേ ഹോം, ബി സേഫ് ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.